അങ്ങനെ വിക്രമിന്റെ കാലിൽ നിന്ന് ബുള്ളറ്റൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം വേദനോട് ഇഷിത കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇഷിതനോട് നടന്ന സംഭവങ്ങളൊക്കെ വേദ തുറന്നു പറയാണ്. അപ്പോൾ ആ പയ്യൻ്റെ കൊല ചെയ്തത് ആരാണെന്ന് അറിയുന്നത് വരെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വീട്ടിലേക്കൊന്നും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ വേദ തുറന്നു പറയാണ്. അങ്ങനെ ഇഷിതരെ ആയൊരു ക്വാർട്ടേഴ്സിൽ താമസിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം വിക്രം ആ വീട്ടിൽ തന്നെയായിരിക്കും താമസിക്കുക, വിക്രമും വേദയും. പക്ഷെ വേദ ആരും അറിയാതെ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ വാസവനും കൂട്ടരാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നടക്കുകയാണ് വിക്രം എവിടെയാണെന്നുള്ളത്. വിക്രമിനെ വെച്ച് വീഴ്ത്തിയ ഒരു ഭാഗത്തേക്കൊക്കെ വാസവൻ ശ്രീകാന്തിനെയും കൊണ്ടുവരികയാണ്. അങ്ങനെ അവരവിടെ ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ബ്ലഡൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വിക്രമിൻ്റെ ബോഡിയൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശ്രീകാന്തിൻ്റെ നീക്കങ്ങളൊക്കെ വേദയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേദ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.